ഹായ് ഫ്രണ്ട്സ്, ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. കോഡ് സെറ്റിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കാണിക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ 5 മീറ്ററിൻ്റെ മെറ്റീരിയൽ, ഒരു ഷിഫോൺ ടൈപ്പ് മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. ഇത് മീഷോന്നാണ് ഞാൻ വാങ്ങിച്ചത്. ഇതൊരു 4.25 മീറ്ററോളം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇനി ഇതെങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. ഞാനിവിടെ ക്ലോത്ത് വീതിയുടെ ഭാഗത്തേക്ക് 2 മടക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് 47 ഇഞ്ചാണ്. 1.5 ഇഞ്ച് തയ്യൽത്തുമ്പം കൂട്ടി 48.5 ഇഞ്ചിലാണ് ഞാൻ ഈ പീസ് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഇത് ഫ്രണ്ട് പാർട്ടാണ് നമ്മളിവിടെ കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഓപ്പണായിട്ട് വരുന്ന ഈ സൈഡ് നമ്മുടെ വശത്തേക്ക് നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കണം. ആ ഭാഗത്ത് നമ്മളൊരു 1/2 ഇഞ്ചോളം നമ്മളിതുപോലെ മാർക്ക് ചെയ്ത് എടുക്കുക. നമുക്കിവിടെ ഫ്രണ്ട് ഓപ്പൺ ഷർട്ട് കോളറാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ ഓപ്പൺ സൈഡിൽ നിന്നും ഒരു 1/2 ഇഞ്ച് താഴെ വരെ നമ്മളിതുപോലെ മാർക്ക് ചെയ്ത് എടുക്കണം. എന്നിട്ട് നമ്മൾ ഈ 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗം നമ്മളിതിൻ്റെ ഉൾസൈഡിലേക്ക് ഇതുപോലെ ഒന്ന് മടക്കി നമ്മൾ പിൻകുത്തി എടുക്കുക. അപ്പോൾ ഇതുപോലെ നമ്മൾ താഴെ വരെ ഈ 1/2 ഇഞ്ച് ഇതിൻ്റെ ഉൾസൈഡിലേക്ക് വെച്ച് കൊടുത്ത് നമ്മൾ പിൻകുത്തി എടുക്കുക. ഇതേ അളവിൽ തന്നെ നമ്മൾ ബാക്ക് പാർട്ടും കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. ഇപ്പം നമ്മുടെ സൈഡിലാണ് ഫോൾഡഡ് സൈഡ് വരുന്നത്, ഇപ്പുറത്തെ സൈഡ് ഓപ്പൺ സൈഡാണ് വരുന്നത് ബാക്ക് പാർട്ടിൻ്റെ. ലാർജ് സൈസിലുള്ള അളവാണ് നമ്മളിവിടെ കാണിക്കുന്നത്. ഷോൾഡർ എനിക്കിവിടെ കോളർ ചെയ്യുന്നതുകൊണ്ട് 6.25 ഇഞ്ചിൻ്റെ കൂടെ ഒരു 3/4 ഇഞ്ച് കൂടി കൂട്ടി 7.5 ഇഞ്ചിലാണ് മാർക്ക് ചെയ്തത്. ഇത് തന്നെ നമ്മൾ താഴേക്ക് 7.5 ഇഞ്ച് മാർക്ക് ചെയ്ത് എടുക്കുക. ഇനി ഷോൾഡർ മാർക്ക് ചെയ്ത ഭാഗത്തുനിന്ന് ആം ഹോള് എനിക്കിവിടെ 7 ഇഞ്ചാണ് വരുന്നത്. അത് നമ്മളിതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് 7 ഇഞ്ചിലേക്ക് ഇതുപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കാം. ഇനി ആ 7 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്ത് നിന്ന് ചെസ്റ്റ് വിഡ്ത്ത് എടുക്കുക. ചെസ്റ്റ് വിഡ്ത്ത് 40 ഇഞ്ചാണ്. 40 നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 10 ഇഞ്ച്. 1.5 ഇഞ്ച് തയ്യൽത്തുമ്പം കൂട്ടി 11.5 ഇഞ്ചിൽ ഞാനിവിടെ മാർക്ക് ചെയ്തെടുത്തു. ഇനി മുകളിൽ നിന്നും വേസ്റ്റിൻ്റെ ലെങ്ത്ത് വരുന്നത് 15 ഇഞ്ച്, അത് ഞാൻ മാർക്ക് ചെയ്തു. സ്ലിറ്റിൻ്റെ ലെങ്ത്ത് വരുന്നത് 21 ഇഞ്ച്. ഇനി വേസ്റ്റ് ലെങ്ത്ത് എടുത്ത ഭാഗത്തുനിന്ന് വേസ്റ്റിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യുക 9 ഇഞ്ച്. 1.5 ഇഞ്ച് തയ്യൽത്തുമ്പം കൂട്ടി 10.5 ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്തെടുത്തു. സ്ലിറ്റിൻ്റെ ലെങ്ത്ത് എടുത്ത ഭാഗത്തുനിന്ന് വിഡ്ത്ത് മാർക്ക് ചെയ്യുക 10.5 ഇഞ്ച്. ഒരു 3 ഇഞ്ചും കൂടി കൂട്ടി 13.5 ഇഞ്ചിൽ ഞാനിവിടെ മാർക്ക് ചെയ്തെടുത്തു. നമ്മളിവിടെ എയർലൈൻ മോഡലിലാണ് ചെയ്ത് എടുക്കുന്നത്. ഇനി നമുക്ക് ചെസ്റ്റ് വിഡ്ത്തും വേസ്റ്റ് വിഡ്ത്തും അതുപോലെ തന്നെ സ്ലിറ്റിൻ്റെ വിഡ്ത്തും എല്ലാ പോയിൻറ്റ്സും നമ്മളിതുപോലെ യോജിപ്പിച്ച് വരച്ചെടുത്തു. ഇനി സ്ലിറ്റിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്ത ഭാഗത്തുനിന്ന് താഴേക്ക് ഇതുപോലെ ചെരിച്ച് ഇതുപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കുക. ഇനി താഴത്തെ ഭാഗത്തുനിന്ന് ഇതുപോലെ ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇതുപോലെ സെൻറ്ററിലേക്ക് ഇതുപോലൊരു ചെരിച്ചൊരു ലൈൻ വരച്ചു കൊടുക്കുക. ഇനി നമുക്ക് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യാം. നെക്ക് വിഡ്ത്ത് ഞാനിവിടെ കോളർ ചെയ്യുന്നതുകൊണ്ട് 3 ഇഞ്ചാണ് നെക്ക് വിഡ്ത്ത് എടുക്കുന്നത്. ഇനി ആ ഷോൾഡറിൻ്റെ ഭാഗത്തുനിന്ന് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് നെക്ക് വിഡ്ത്തിൽ നിന്നും ഷോൾഡറിലേക്ക് ചെരിച്ചൊരു ലൈൻ വരച്ചു കൊടുക്കാം. ഇനി ആം ഹോൾ മാർക്ക് ചെയ്ത ആ ലൈൻ്റെ സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്യുക. ആ കോർണറിൽ നിന്നും 1.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുക. ഇനി സെൻറ്റർ ഭാഗത്തു നിന്നും ആ 1.5 ഇഞ്ചിലേക്ക് ഇതുപോലെ ഒരു കർവ് ഷേപ്പ് വരച്ചെടുക്കുക. അതിന് തൊട്ട് താഴെ നിന്നും ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് വീണ്ടും ഒരു കർവ് ഷേപ്പ് വരച്ചെടുക്കുക. ഇതിപ്പോൾ ഫ്രണ്ട് ആം ഹോളാണ് വരച്ചെടുത്തത്. ഇനി ഷോൾഡർ സ്ലോപ്പ് തൊട്ട് ബാക്ക് ആം ഹോളിലൂടെ താഴെ വരെ നമ്മളിത് കട്ട് ചെയ്ത് എടുക്കുക. ഞാനിവിടെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ബാക്കി ആ പീസ് നമുക്കിവിടെ മാറ്റിയിടാം. നമ്മളിവിടെ ബാക്ക് പാർട്ടിൻ്റെ ആം ഹോളാണ് കട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഫ്രണ്ട് പാർട്ടിൽ നമുക്ക് ഈ ആം ഹോള് മാർക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഫ്രണ്ട് പാർട്ടിൽ ഇതുപോലെ ഒന്ന് വിരൽ വെച്ച് താഴത്തെ പീസിൽ ഇതുപോലെ ഒന്ന് ആ ഫ്രണ്ട് ആം ഹോൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് എടുക്കാം. ഇനി ഞാൻ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 2 പീസും ഫ്രണ്ടും ബാക്കും നമ്മൾ ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ടിൽ ആം ഹോൾ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ ആം ഹോൾ ഇവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഫ്രണ്ട് പാർട്ടിൽ ഒരു ചെറിയ ആം ഹോളിൻ്റെ ഭാഗത്ത് ഒരു ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഫ്രണ്ടും ബാക്കും നമുക്ക് തിരിച്ചറിയാം. ഇനി ബാക്ക് പാർട്ട് നേരത്തെ ഇട്ട പോലെ തന്നെ ഫ്രണ്ട് പാർട്ടിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഇത് കയറ്റി വെച്ച് കൊടുക്കുക. നെക്ക് വിഡ്ത്ത് വരുന്നത് 3 ഇഞ്ച്. നെക്കിൻ്റെ ലെങ്ത്ത് വരുന്നത് ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് വരുന്നത് 3 ഇഞ്ച്. നമ്മളിവിടെ ഷർട്ട് കോളറാണ് ചെയ്തെടുക്കുന്നത്. ഇനി ഒരു ബോക്സ് ഷേപ്പ് വരച്ചെടുത്ത് ഇവിടെ നെക്കാണ് നമ്മളിവിടെ ചെയ്തെടുക്കുന്നത്. ഇനി ഞാനിവിടെ ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത് ഇവിടെ ഒരു 3/4 ഇഞ്ച്. അതും നമ്മളൊരു ചെറിയ ഷേപ്പിലാണ് വരച്ച് എടുക്കുന്നത്. ബാക്ക് പാർട്ടിൻ്റെ നെക്ക് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ബാക്ക് പാർട്ട് ഒന്ന് മാറ്റിയിട്ടതിന് ശേഷം ഫ്രണ്ട് പാർട്ടിൽ നമുക്ക് ആ നെക്ക് ഒന്ന് വരച്ചെടുത്ത് അവിടെയും നമ്മളിത് കട്ട് ചെയ്ത് എടുക്കാം. ഞാനിവിടെ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ചെയ്തിട്ടു. ഇനി നമുക്ക് ബാക്ക് പാർട്ട് മാറ്റിയിടാം. നമുക്ക് ഫ്രണ്ട് പാർട്ടിൽ നമുക്ക് 2 പീസായിട്ടാണ് നമുക്ക് ഫ്രണ്ട് പാർട്ട് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ടോപ്പിൻ്റെ കട്ടിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്.
ഇനി പാൻറ്റിൻ്റെ മാർക്കിംഗ് ആണ് കാണിക്കുന്നത്. ഞാൻ ബാക്കിയുള്ള ക്ലോത്ത് വീതിയുടെ ഭാഗത്തേക്ക് 2 ആക്കി മടക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ വീണ്ടും ഒരു പ്രാവശ്യം കൂടി മടക്കിയിടുക. നമ്മൾ ചുരിദാറിനൊക്കെ മടക്കിയിടുന്ന അതേപോലെ തന്നെ. അപ്പോൾ ഞാൻ ഫോൾഡഡ് സൈഡ് താഴേക്കും മുകൾ ഭാഗത്തേക്ക് ഓപ്പണിംഗ് വരുന്ന രീതിയിലാണ് ഇവിടെ മടക്കിയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്ലീവ് നമ്മളിവിടെ കട്ട് ചെയ്തിട്ടില്ല. നമുക്ക് ഈ പീസിൽ നിന്ന് വേണം നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാൻ. നമ്മുടെ സൈഡിലാണ് ഫോൾഡഡ് സൈഡ്, ഇപ്പുറത്തെ സൈഡ് ഓപ്പൺ സൈഡാണ് വരുന്നത്. നമുക്കിനി 2 ഇഞ്ച് ഇലാസ്റ്റിക്കിന് വേണ്ടി മാർക്ക് ചെയ്യാം. ഇനി അത് സ്ട്രെയിറ്റ് ആയിട്ട് ഇതുപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കാം. ഇനി 2 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്ത് തൊട്ട് താഴെ നിന്നും നമ്മൾ ലെങ്ത്ത് മാർക്ക് ചെയ്യുക. ഞാനിവിടെ ലെങ്ത്ത് എടുക്കുന്നത് 38 ഇഞ്ച്. 2 ഇഞ്ചാണ് ഞാൻ താഴെ മടക്കി അടിക്കാൻ എടുക്കുന്നത്. അപ്പോൾ 40 ഇഞ്ചിലാണ് ഞാനിവിടെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് നമ്മളിതുപോലെ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കാം. ഇനി നമ്മൾ 2 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ലൈനിൽ നമ്മൾ പാൻറ് ഇടുന്ന ഭാഗത്തെ വണ്ണാണ് നോക്കുന്നത്, ഹിപ്പ് റൗണ്ട്. എനിക്കിവിടെ 39 ഇഞ്ചാണ് വരുന്നത്. 39നെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നമ്മൾ 4 ആക്കി മടക്കിയതുകൊണ്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്കിവിടെ 9.25 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ 9.25 ഇഞ്ചിനെ നമ്മൾ റൗണ്ട് ആക്കി എടുക്കുക. അപ്പോൾ 10 ഇഞ്ച്. അതിൻ്റെ കൂടെ നമ്മൾ ഒരു 4 ഇഞ്ചും കൂടി ലൂസ് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു 14 ഇഞ്ചാണ് വരുന്നത്. അത് നമ്മൾ ആ ലൈനിൽ 14 ഇഞ്ച് മാർക്ക് ചെയ്യുക. 14 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തതിൻ്റെ താഴേക്ക് ക്രോച്ച് ലെങ്ത്ത് മാർക്ക് ചെയ്യുക. നമ്മുടെ ഹിപ്പ് റൗണ്ട് 39 39നെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 13 ഇഞ്ചാണ് കിട്ടുന്നത്. അപ്പോൾ ക്രോച്ച് ലെങ്ത്ത് എനിക്ക് 13 ഇഞ്ചാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ തന്നെയാണ് നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ക്രോച്ച് ലെങ്ത്ത് എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഞാനിവിടെ ക്രോച്ച് ലെങ്ത്ത് മാർക്ക് ചെയ്തു. ഒരു സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ചു കൊടുത്തു. ഇനി ആ 13 ഇഞ്ചിൻ്റെ ഈ സൈഡിലേക്ക് ഇതുപോലെ നമ്മളൊരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. അപ്പോൾ വണ്ണം കൂടിയൊരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുക, വണ്ണം കുറഞ്ഞൊരു 2 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കാം. ഇനി നമ്മൾ 1 ഇഞ്ച് ആ കോർണറിൽ നിന്ന് മാർക്ക് ചെയ്തൊരു കർവ് ഷേപ്പ് വരച്ചെടുക്കാം. ഇനി നമ്മൾ താഴത്ത് 10 ഇഞ്ചാണ് ഞാനവിടെ വിരിവ് കൊടുക്കുന്നത്. 1 ഇഞ്ച് തയ്യൽത്തുമ്പ് കൂട്ടി 11 ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ മുകളിൽ മാർക്ക് ചെയ്ത ആ ക്രോച്ചേരിയ തൊട്ട് നമ്മൾ താഴേക്ക് ഇതുപോലെ മാർക്ക് ചെയ്യുക. അപ്പോൾ താഴത്ത് നല്ല വിരിവിലായിരിക്കും ഈ പാൻറ്റ് വരുന്നത്. അപ്പോൾ കോട്ട് സെറ്റിന് അങ്ങനെയാണ്, നല്ല വിരിവോട് കൂടിയിട്ടാണ് ഇപ്പോൾ പാൻറ്റ് വരുന്നത്. അപ്പോൾ ഞാനിതുപോലെ മാർക്ക് ചെയ്തെടുത്തു. ഇനി നമ്മൾ ആ 2 ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ തൊട്ട് മുകളിൽ നിന്നും താഴെ വരെ നമ്മളിത് കട്ട് ചെയ്ത് എടുക്കാം. ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ ഞാനിവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം നമുക്ക് മാറ്റിയിടാം. പാൻറ്റ് കട്ട് ചെയ്തെടുത്തതിൻ്റെ ബാക്കി പീസിൽ നിന്നാണ് ഞാൻ സ്ലീവിനുള്ള ക്ലോത്ത് കട്ട് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ സ്ലീവിന് ഇവിടെ ലെങ്ത്ത് കുറവാണ്. ഞാനിവിടെ 8.5 ഇഞ്ചാണ് ലെങ്ത്ത് എടുക്കുന്നത്. 1.5 ഇഞ്ച് തയ്യൽത്തുമ്പ് കൂട്ടി 10 ഇഞ്ചിലാണ് ലെങ്ത്ത് വരുന്നത്. ആം ഹോൾ റൗണ്ട് വരുന്നത് 9.5 ഇഞ്ചാണ്. അവിടെ നിന്നും ഞാൻ 3.5 ഇഞ്ചാണ് ആം ഹോൾ ഷേപ്പ് മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ആം ഹോൾ ഷേപ്പിലേക്ക് ഇതുപോലൊരു ഷേപ്പ് വരച്ചെടുക്കാം. സ്ലീവിൻ്റെ കൈവണ്ണം വരുന്നത് 5.25 ഇഞ്ച്. 1 ഇഞ്ച് തയ്യൽത്തുമ്പ് കൂട്ടി 6.25 ഇഞ്ചിൽ നിന്ന് സ്ലീവിൻ്റെ ആ ഷേപ്പ് നമ്മളിവിടെ വരച്ചു കൊടുക്കാം. ഇനി സ്ലീവ് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി സ്ലീവിൻ്റെ ആ സെൻറ്റർ ഭാഗത്ത് ഒരു ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കുക. ഇനി സ്ലീവ് ഇതുപോലെ നിവർത്തിയെടുത്തതിന് ശേഷം ഒരു സൈഡ് വശം മാത്രം കുഴിച്ച് കട്ട് ചെയ്തെടുക്കുക. ആ ഭാഗത്തും ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ സ്ലീവിന് ലെങ്ത്ത് കുറവായതുകൊണ്ട് ഞാനിതുപോലെ 7 ഇഞ്ച് വീതിയുള്ള ഒരു പീസ് ഞാനിവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ കോട്ട് സെറ്റിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഞാനിവിടെ ഫ്രണ്ട് പാർട്ടാണ് നിവർത്തിയിട്ടിരിക്കുന്നത്. നമുക്ക് ഒരു സൈഡ് വശത്തേക്ക് 3 ഇഞ്ച് വീതിയുള്ള ഒരു പീസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ലെങ്ത്ത് ആ ടോപ്പിൻ്റെ സെയിം ലെങ്ത്ത് തന്നെയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഇത് നമ്മൾ നല്ല വശം ചേർത്ത് വെച്ചിട്ട് ഒരു 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി ഇപ്പുറത്തെ സൈഡിലേക്ക് നമ്മൾ 2 ഇഞ്ച് വീതിയുള്ള പീസാണ് എടുത്തിരിക്കുന്നത്. അതും നമ്മൾ നല്ല വശം ചേർത്ത് വെച്ച് അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. ഇപ്പം ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ 3 ഇഞ്ച് വീതിയുള്ള പീസ് ആദ്യം ചെറുതായിട്ട് ഉള്ളിലേക്ക് ഒന്ന് മടക്കിയെടുക്കുക. അതിനുശേഷം വീണ്ടും ഒരു പ്രാവശ്യം കൂടി ആ തയ്യൽ തുമ്പിലേക്ക് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക. അപ്പോൾ നമുക്ക് ഇത് നിവർത്തിയെടുക്കുമ്പോൾ 1 ഇഞ്ചോളം പുറത്തേക്ക് നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ആദ്യം ഒരു പ്രാവശ്യം ഒന്ന് ചെറുതായിട്ട് മടക്കുക, വീണ്ടും തയ്യൽ തുമ്പിലേക്ക് മടക്കിയെടുക്കുക. അപ്പം നമുക്ക് ഇതുപോലെയാണ് നമുക്ക് വരുന്നത്. അതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി 2 ഇഞ്ച് വീതിയുള്ള പീസ് ആദ്യം ആ പീസ് ഇതുപോലെ ഒന്ന് നിവർത്തി വയ്ക്കുക. അതിൻ്റെ മുകളിലൊന്ന് പതിച്ചും കൂടി സ്റ്റിച്ച് ചെയ്യുക. ഇനി ആദ്യം ഒരു പ്രാവശ്യം മടക്കുക, വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഉള്ളിലേക്ക് മടക്കിയെടുക്കുക. ഫുള്ളായിട്ട് ഉള്ളിലേക്ക് മടക്കിയെടുക്കുന്ന രീതിയിൽ വേണം നമ്മൾ ഈ പീസ് സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ.
അപ്പോൾ ഇതുപോലെ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഭാഗത്ത് 1 ഇഞ്ചോളം പുറത്തേക്ക് നിൽക്കുന്ന രീതിയിലാണ് വരുന്നത്. അപ്പോൾ ആ 2 ഇഞ്ച് വീതിയുള്ള പീസ് ആ പുറത്തേക്ക് നിൽക്കുന്ന ആ പീസിൻ്റെ, അതായത് 3 ഇഞ്ചിൻ്റെ ആ മുകളിലേക്ക് ഇതുപോലെ ചേർത്ത് വെച്ച് കൊടുക്കാം. നമ്മളിതുപോലെ ചേർത്ത് വെച്ച് നമ്മളിതുപോലെ പിന്ന് കുത്തിയെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബാക്ക് പാർട്ടിൻ്റെ നല്ല വശങ്ങൾ ചേർത്ത് വെച്ച് ഷോൾഡറിൻ്റെ ഭാഗത്ത് ഒരു 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിവിടെ ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കോളർ ചുറ്റും അളന്ന് നോക്കണം. അപ്പോൾ 2 സൈഡിലുള്ള ആ പ്ലാക്കറ്റ് ഒഴിവാക്കിയിട്ട് നമുക്ക് അളന്ന് നോക്കാം. അപ്പോൾ ഞാൻ ദേ ഇതുപോലെ ടേപ്പ് ഇതുപോലെ കറക്റ്റായിട്ട് പിടിച്ചിട്ട് നമ്മൾ വലിച്ചു പിടിക്കാതെ കറക്റ്റായിട്ട് ടേപ്പ് വിടാതെ നമ്മൾ ചുറ്റുമൊന്ന് അളന്ന് നോക്കാം. അപ്പോൾ എനിക്കിതുപോലെ അളന്ന് നോക്കിയപ്പോൾ എനിക്കൊരു 18 ഇഞ്ചാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ 2 പ്രാവശ്യം അളന്നപ്പോഴും എനിക്കിവിടെ 18 ഇഞ്ചാണ് കിട്ടിയത്. ഞാനിവിടെ കോളറിന് വേണ്ടിയിട്ടുള്ളൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വീതി വരുന്നത് 4 ഇഞ്ച്, ലെങ്ത്ത് വരുന്നത് 23 ഇഞ്ച്. നമുക്ക് 18 ഇഞ്ചാണ് കോളർ കിട്ടിയത്. അതിൻ്റെ കൂടെ 5 ഇഞ്ചും കൂടി കൂട്ടി 23 ഇഞ്ചിലാണ് 2 പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. 2 പീസിൻ്റെയും നല്ല വശങ്ങൾ ഒരുപോലെ ചേർത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 2 ആക്കി ഒന്ന് മടക്കിയെടുക്കാം. ഒരു സൈഡ് വശം ഫോൾഡഡും ഇപ്പുറത്തെ സൈഡ് വശം നമുക്ക് ഓപ്പൺ ആണ് കിട്ടുന്നത്. ഇനി ഈ ഫോൾഡ് വരുന്ന സൈഡിൽ നിന്നും നമുക്ക് 18 ഇഞ്ചാണ് നമ്മൾ കോളർ അളന്നപ്പോൾ കിട്ടിയത്. അതിൻ്റെ പകുതി മാർക്ക് ചെയ്യുക. പകുതി വരുമ്പോൾ എനിക്ക് 9 ഇഞ്ചാണ് വരുന്നത്. തയ്യൽ തുമ്പ് അടക്കം ഞാനിവിടെ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടി 9.5 ഇഞ്ചിൽ ഞാനിവിടെ മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ബാക്കി നമുക്കൊരു 1.5 ഇഞ്ചോളം നമുക്ക് ബാക്കി അവിടെ വരുന്നുണ്ട്. നമ്മൾ ആ 9.5 ഇഞ്ചിൽ നിന്ന് മുകളിലേക്ക് ഇതുപോലെ ചിരിച്ച് ഇതുപോലെ ഒന്ന് ഒരു ലൈൻ വരച്ചു കൊടുക്കാം. ഇനി നമുക്കിത് കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ ഈ താഴത്തെ ഭാഗമാണ് നമ്മൾ നെക്കായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത്. ആ ഭാഗത്തു നിന്ന് ഒരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് സെൻറ്ററിൽ നിന്നും ഇതുപോലൊരു ചെരിച്ചൊരു ലൈൻ വരച്ചു കൊടുക്കുക, ഒരു ഷേപ്പിന് വേണ്ടിയിട്ട്. ഇതുപോലെ തന്നെ ആ മുകളിൽ ആ ഫോൾഡ് ചെയ്ത ഭാഗത്തുനിന്ന് ഒരു 1/4 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് സെൻറ്ററിലേക്ക് ഇതുപോലൊരു ചെറുതായിട്ടൊന്ന് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇത് നിവർത്തിയെടുക്കുക കോളറ്. ഇനി നമുക്ക് ഈ സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഈ സൈഡിലൂടെ ഈ മുകൾ ഭാഗമാണ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതുപോലെ നമ്മളൊരു 1/2 ഇഞ്ചിൽ താഴെ വരെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അപ്പോൾ ഞാൻ സൈഡ് വശം സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി 2 സൈഡും ഇതുപോലെ ഒന്ന് നമ്മൾ കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമ്മൾ ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കുക. നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആ നെക്കിൻ്റെ ഭാഗത്തൊന്ന് വെച്ച് നോക്കുക കറക്റ്റാണോ എന്ന്. ഇനി നമ്മൾ സൈഡ് വശം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തു. ഇനി നമുക്കിത് നല്ല വശത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുക. ആ എഡ്ജ് ഭാഗങ്ങളെല്ലാം നല്ല മൂർച്ചയുള്ള എന്തെങ്കിലും വെച്ച് ഒന്ന് കുത്തി കൊടുക്കുക. എഡ്ജൊക്കെ കറക്റ്റ് ആവണം. ഇനി ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തും കൂടി എടുക്കണം. കോളറിൻ്റെ ഓപ്പണിംഗ് സൈഡ് വരുന്ന ഭാഗമാണ് നമ്മൾ നെക്കായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അളവെടുത്തത് ആ പ്ലാക്കറ്റ് ഒഴിവാക്കിയിട്ടാണ് അളവെടുത്തത്. അവിടെ തന്നെ വെക്കുക. അവിടെ തന്നെ വെച്ച് കൊടുത്ത് നമ്മൾ ഇതുപോലെ നമ്മൾ വെച്ച് കൊടുത്ത് കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ചുറ്റും നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കണം ഒരു 1/2 ഇഞ്ചിൽ. അപ്പോൾ ഇതുപോലെ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ തയ്യൽ തുമ്പ് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഒരു പീസും കൂടി വെച്ച് കൊടുക്കണം. ഞാനിവിടെ കോളറ് നിവർത്തി ഇട്ടിട്ടുണ്ട്. ഇനി 2 ഇഞ്ച് വീതിയുള്ള പീസ് നമ്മൾ 2 ആക്കി മടക്കിയെടുക്കും. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പ്ലാക്കറ്റ് ഒഴിവാക്കിയിട്ടാണ് കോളർ സ്റ്റിച്ച് ചെയ്തത്. ഇനി പ്ലാക്കറ്റിൻ്റെ മുകളിലൂടെ വേണം സ്റ്റിച്ച് ചെയ്യാൻ. ഇതുപോലെ പ്ലാക്കറ്റ് ഇതുപോലെ പിടിച്ചതിന് ശേഷം ഈ നമ്മൾ 3 ഇഞ്ച് വീതിയുള്ള ക്ലോത്ത് ഒരു 1/2 ഇഞ്ചോളം കൂടുതൽ എക്സ്ട്രാ എടുത്തിട്ട് ഇതുപോലെ നീക്കി വെച്ച് അത് ഈ പ്ലാക്കറ്റിൻ്റെ ബാക്കിലേക്ക് ഇതുപോലെ മടക്കി വെച്ച് നമ്മൾ ഇതുപോലെ ആ തയ്യൽ തുമ്പിലൂടെ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഇപ്പുറത്തെ സൈഡിലെത്തുമ്പോഴും നമ്മൾ ആ പ്ലാക്കറ്റ്, ഇതാണ് പ്ലാക്കറ്റ്, ഈ പ്ലാക്കറ്റിൻ്റെ ബാക്കിലേക്ക് ഇതുപോലെ ഒന്ന് മടക്കി വെച്ചിട്ട് ഇതുപോലെ വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. ഇതുപോലെ വെച്ച് ഒരു 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. ഇപ്പം നമ്മൾ ആ തയ്യൽ തുമ്പിലൂടെ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തു. ഇനി നമ്മൾ ആ പ്ലാക്കറ്റിൻ്റെ ഭാഗം ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഭാഗം ഇതുപോലെ കറക്റ്റായിട്ട് നിവർത്തി വെക്കുക. നിവർത്തി വെച്ചിട്ട് ഇനി ഇതിൻ്റെ മുകളിലൂടെ വേണം നമുക്കൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ. അപ്പം ഇതിൻ്റെ മുകളിലൂടെ ആ താഴത്തെ ഭാഗത്തേക്ക് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ഇതിൻ്റെ മുകളിലൂടെ താഴത്തെ ഭാഗത്തേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. അപ്പോൾ നമുക്കവിടെ ആ തയ്യൽ തുമ്പ് നമുക്കിവിടെ കാണില്ല. ഇതുപോലെ നമ്മൾ അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. ഇപ്പോൾ നമുക്കിവിടെ കോളർ ഇതുപോലെ നമുക്ക് നല്ല നീറ്റായിട്ട് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്.
ഇതുപോലെ ഉൾസൈഡെല്ലാം നല്ല നീറ്റായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഈ നേരത്തെ വെച്ച ആ പ്ലാക്കറ്റ് ഇതുപോലെ കയറ്റി വെച്ച് കൊടുക്കാം. ഞാനിവിടെ ഫുള്ളായിട്ട് ഓപ്പൺ ആയിട്ടല്ല ഇടുന്നത്, ഞാൻ ക്ലോസ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്പൺ ആയിട്ടും ഇടാം. ഇനി നമ്മൾ ആ നെക്കിൻ്റെ ഭാഗത്തു നിന്ന് ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇനി താഴേക്ക് ഒരു 34 ഇഞ്ചും മാർക്ക് ചെയ്യുക. അപ്പോൾ താഴത്തെ ഭാഗം കുറച്ച് ഭാഗം ഓപ്പൺ ആയിരിക്കും, 34 ഇഞ്ചും മാർക്ക് ചെയ്യുക. ഇനി 3.5 ഇഞ്ചിൽ നിന്നും ഈ 34 ഇഞ്ചിലേക്ക് ഇതുപോലെ നമ്മൾ ഒരു സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമുക്കത് ക്ലോസ് ചെയ്ത് എടുക്കണം. ഇനി സ്ലീവിൻ്റെ അരികിൽ വെക്കാനായിട്ട് 7 ഇഞ്ച് വീതിയുള്ള പീസ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അത് 2ആക്കി മടക്കി വെച്ച് അരികിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടുന്നത്. ഞാനിവിടെ പ്ലാക്കറ്റ് ഇതുപോലെ നമ്മൾ കൂട്ടി വെച്ച് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവിൽ നമ്മൾ ആ ഒരു പീസ് വെച്ച് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് ഒരു ബാൻഡ് പോലെ ഞാനിവിടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോഴും നല്ല ഭംഗിയാണ് ഈ മോഡലിന്. ഇനി നമ്മൾ സ്ലീവിൻ്റെ നല്ല വശവും ടോപ്പിൻ്റെ നല്ല വശവും ഒരുമിച്ച് ചേർത്ത് വെച്ചിട്ട് നമ്മൾ 2 സൈഡിലേക്കും സെൻറ്ററിൽ നിന്ന് 2 സൈഡിലേക്കും സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ തന്നെ ഇപ്പുറത്തെ സ്ലീവും ചെയ്തെടുക്കുക. അപ്പോൾ ഈ മോഡലിൽ ഞാനിവിടെ പോക്കറ്റും വെച്ച് കൊടുക്കുന്നുണ്ട്. പോക്കറ്റ് വെച്ച് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ ഞാൻ ഈ പോക്കറ്റിൻ്റെ അവിടെ വരെ ഞാനിവിടെ അരികിലൂടെ സ്റ്റിച്ച് ചെയ്തു. അപ്പോൾ പോക്കറ്റ് വെക്കുന്ന വീഡിയോ ഇതിന് മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഞാനിവിടെ എൻ്റെ സ്ക്രീനിൽ കൊടുത്തേക്കാം. ഇനി നമ്മൾ ഈ സൈഡിലൂടെ ഈ പോക്കറ്റിൻ്റെ സൈഡിലൂടെ താഴേക്ക് സ്റ്റിച്ച് ചെയ്യുക. ഒരു സൈഡിൽ മാത്രമാണ് പോക്കറ്റ് വരുന്നുള്ളൂ, ഇപ്പുറത്തെ സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം താഴത്തെ ഭാഗം 2ആക്കി മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. ഇനി പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ് ആണ്. പാൻറ്റിൻ്റെ ഒരു പീസ് ഞാനിവിടെ നല്ല വശം നിവർത്തിയിട്ടിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് അടുത്ത പീസിൻ്റെ നല്ല വശം ഇതുപോലെ ചേർത്ത് വെച്ച് കൊടുക്കുക. ഇനി ആ ക്രോച്ചേരിയുടെ ഭാഗത്തു നിന്ന് ഒരു 1/2 ഇഞ്ചിൽ 2 പീസിൽ നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. അപ്പോൾ ഞാനിവിടെ ക്രോച്ചേരിയുടെ ഭാഗം ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഇതുപോലെ പിടിച്ച് നമ്മൾ ഈ പാൻറ്റിൻ്റെ ഷേപ്പിലേക്ക് ഇതുപോലെ നമ്മൾ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ താഴത്തെ ഭാഗം നമ്മൾ നിവർത്തിയിട്ട് താഴത്തെ ഭാഗം 2ആക്കി മടക്കി, അതായത് ആ കാലിൻ്റെ ഭാഗം 2ആക്കി മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. ഇപ്പുറത്തെ സൈഡിലെ കാലിൻ്റെ ഭാഗവും ഇതുപോലെ തന്നെ നമ്മൾ 2ആക്കി മടക്കി സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. ഇപ്പോൾ നമ്മൾ ആ താഴത്തെ ഭാഗം നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സൈഡ് വശം സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്തത് 1 ഇഞ്ചാണ് തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്തത്. അപ്പോൾ നമുക്ക് ആ തയ്യൽ തുമ്പ് ഇതുപോലെ മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തിട്ട് നമ്മളൊരു വി ഷേപ്പിൽ ഇതുപോലെ ചുറ്റും നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് ആ ക്രോച്ചേരിയുടെ ഭാഗം രണ്ടും കറക്റ്റായിട്ട് ഒപ്പം പിടിച്ചിട്ട് വേണം നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ. ഇപ്പുറത്തെ സൈഡിൽ വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. ഇപ്പുറത്തെ സൈഡിലും 1 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. ഇപ്പം നമ്മൾ ആ സൈഡ് വശം ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്, ആ ക്രോച്ചേരിയുടെ ഭാഗം. ഇനി നമുക്ക് മുകൾ ഭാഗത്ത് ഒരു 1/4 ഇഞ്ചിൽ ആദ്യം ഒന്ന് മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. അപ്പോൾ മുകൾ ഭാഗം ഞാൻ ചെറുതാക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇലാസ്റ്റിക് ഇതുപോലെ ഞാൻ കൂട്ടി സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുകയാണ്. എൻ്റെ വേസ്റ്റിൻ്റെ റൗണ്ട് 39ആണ്. അതിൽ നിന്നൊരു 4 ഇഞ്ച് മൈനസ് ചെയ്തിട്ടാണ് ഇലാസ്റ്റിക് എടുത്തിരിക്കുന്നത്. കുറച്ച് ഒരു 1/2 ഇഞ്ചോളം തയ്യൽ തുമ്പും വേണം. ഇലാസ്റ്റിക് ഈ പീസിൻ്റെ അരികിൽ വെച്ച് കൊടുത്ത് നമ്മൾ ആ ക്ലോത്ത് ഈ ഇലാസ്റ്റിക് കവർ ചെയ്യുന്ന രീതിയിൽ വെച്ച് കൊടുത്ത് ആ ക്ലോത്തിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ അരികിലൂടെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ പറ്റും. ഇനി ഇതുപോലെ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഇലാസ്റ്റിക്കിൻ്റെ സെൻറ്ററിലൂടെയും കൂടി നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. അപ്പോൾ നമ്മുടെ പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിവിടെ കോഡ് സെറ്റിൻ്റെ ഫൈനൽ ലുക്ക് കാണാം. ഇതുപോലെയാണ് നമുക്കിവിടെ കോഡ് സെറ്റ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഷർട്ട് കോളറിൽ ഇതുപോലെ ഞാൻ ബട്ടൺസ് എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താഴേക്ക് കുറച്ച് ഭാഗം ഓപ്പൺ ആണ്. അപ്പോൾ താഴത്ത് ഞാനിവിടെ ആ പാൻറ്റും ഈ ഡമ്മിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ല ഇറക്കമാണ് നമ്മൾ ഈ കോഡ് സെറ്റ് നമ്മൾ ചെയ്തത്. ഈ ടോപ്പിന് നമ്മൾ സ്ലീവിൻ്റെ എൻഡിലും നമ്മളിതുപോലെ ഒരു ബാൻഡ് പോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ പാൻറ്റ്. അപ്പോൾ ഇതിൽ കാണുന്നില്ല കറക്റ്റായിട്ട്. അപ്പോൾ ഇതുപോലെ നല്ല ഭംഗിയിൽ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമുള്ളവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ആ ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.